ഈ പാരാ കമാൻഡോസിനെ ഇവർക്ക് ചില്ല് തിന്നാൻ പറ്റും. കുപ്പിച്ചില്ല് ചവച്ചരച്ച് തിന്നാനുള്ള പ്രാക്ടീസ് ഇവർക്ക് ട്രെയിനിങ് പീരീഡ് കൊടുക്കും. പിന്നെ ഇവർക്ക് വിളിക്കുന്ന സമയത്ത് ഇറങ്ങണം, എന്നും ഇവർക്ക് ഇറങ്ങണം. കാരണം തൊട്ടടുത്ത് അയൽ രാജ്യത്തിൻ്റെ തൊട്ട് ചേർന്നാണ് ഇവർ കിടക്കുന്നത്. ഇവർക്ക് എൻ്റെ അറിവിലാണെങ്കിൽ ഇവർക്ക് രാത്രിയൊന്നും ലൈറ്റ് ഇടാൻ പാടില്ല. കാരണം തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ വെളിച്ചം കണ്ടാൽ അവർ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഇവർ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൊട്ടടുത്ത് നമ്മുടെ ശത്രുക്കൾ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്തിരിക്കണം, അതവരുടെ കടമയാണ്. അവർ ചെയ്തിരിക്കും, അറ്റാക്ക് ചെയ്യും. അതുപോലെ നമുക്കറിയാമെന്നുള്ള ഒരു മലയാളി എന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ വയനാട് മുഖം മൂടിയിട്ടിട്ട് ആളുടെ പേര് ഞാൻ പറയാം, ഞാൻ നോക്കട്ടെ, എനിക്ക് മറന്നു പേര്. അപ്പം ആ ആളൊക്കെ ചാടി ഒരുപാട് പേര് എന്നും അവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളാരും അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ന്യൂസ് ആരും കേൾക്കുന്നില്ല, ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല, എന്നാലേ അറിയുള്ളൂ. നമ്മൾക്കിതെന്നും കേൾക്കുന്നതുകൊണ്ട് നമുക്കത് ഡെയിലി റൊട്ടീൻ പോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ എന്നും മരണങ്ങൾ സംഭവിക്കുക, എന്നും എപ്പോഴും അവിടെ ആക്രമണങ്ങൾ സംഭവിക്കുക. അവർ ശത്രുക്കൾ കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തേക്ക് കയറുന്നു. അയൽ ഇതൊക്കെ ആകുമ്പം ഇവരൊക്കെ അവിടെയുള്ളവർ എല്ലാവരും പല ആൾക്കാരല്ലേ, അവർ ഒളിച്ചിരിക്കുന്നുണ്ട്. സിനിമയിലെ കാണുന്ന മാതിരി തന്നെ വന്ന് ഒളിച്ച് വീട്ടിൽ കയറിയിരിക്കും ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട്. അപ്പോൾ ആ വീട്ടുകാർക്ക് പറയാനും പറ്റില്ല, അവരുടെ കസ്റ്റഡിയിലായിപ്പോയില്ലേ. അപ്പോൾ ഇവരാണ് അവരെ എങ്ങനെയും കണ്ടുപിടിച്ച് ഇവർക്ക് അവിടെ ചെക്ക് ചെയ്യണം, അവിടെയെല്ലാം പോയി ചെക്ക് ചെയ്യണം, ഇവിടെ ഇവരിയ്ക്കുന്നുണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്യണം. ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറണം. അങ്ങനെ ഒരുപാട് പേര് ആ വീടുകളിൽ കയറി സ്വന്തമായിട്ട് ബോംബിട്ട് മരിച്ചിട്ടുണ്ട്, വെടിവെച്ചിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. അവരിങ്ങോട്ടും വെടിവെക്കും, അങ്ങോട്ടും വെടിവെക്കും. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ മരണം ഒരുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പട്ടാളക്കാർ നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. നമ്മുടെ യുവതലമുറകൾ ആരെങ്കിലും അങ്ങനെ പോവുമോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വിടുക? അറിഞ്ഞുകൊണ്ട് നമ്മൾ പോവുക? നമ്മൾ മരിക്കാനാണ് ഇത് രണ്ടും കൽപ്പിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് പോവുക. അയ്യോ, അതിനൊക്കെ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവരെയൊക്കെ നമ്മൾ തൊഴേണ്ട എൻ്റെ ഈശ്വരാ. മരണം മുന്നിൽ കണ്ടിട്ടല്ലേ പോകുന്നത്. മരിക്കാൻ തയ്യാറായിട്ട് അവർ ഈ സെക്ഷൻ പോകുന്നത് തന്നെ പ്രശ്നമല്ല. നമ്മൾ മരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഇതോടുകൂടി എത്ര പൈസ തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇത്, നിങ്ങൾ ചാവാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആരും ചാവൂല. എത്ര കോടി തരാമെന്ന് പറഞ്ഞാൽ ചാവൂല. പിന്നെ മരണത്തെ സ്നേഹിക്കുന്നവർ വേണമെങ്കിൽ പോവുമായിരിക്കും. ഇവർ എന്തായാലും ഈ പ്രായത്തിലൊന്നും ആരും മരണത്തിന് വേണ്ടിയിട്ട് പോകില്ലല്ലോ. അപ്പോൾ അവരതിനല്ല പോകുന്നത്, അവർ ഇത്രയും റിസ്ക് കൊടുത്തിട്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഇവർ പോകുന്നത് തന്നെ. എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്നും അവിടെ പ്രശ്നങ്ങളാണ്. ഇവർ കുറേ ഫുഡും അവർക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡ്, വേറെ ഫുഡൊന്നുമില്ല, ബ്രെഡ് അങ്ങനത്തെയൊക്കെ. പിന്നെ വെള്ളം ഇത്ര ലിറ്റർ എന്ന് വെച്ചാൽ അവർക്ക് കൊണ്ടുപോകണം. അവിടെ ഡെയിലി റൊട്ടീനാണ്, ഇതെല്ലാം കൊണ്ടുപോകണം. കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാട്ടിലേക്കൊക്കെ പോകുന്നത്, ഒളിച്ചൊക്കെ ഇരിക്കണം, മറ്റവരെ നോക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിയുമ്പോൾ അവരവിടെ അത്രയും റിസ്ക് എടുത്ത് താമസിക്കുന്നു. ഇവർക്ക് ഡെയിലി എപ്പോഴും പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡൊക്കെ കിട്ടും. അതല്ല ഇവരുടെ പ്രാക്ടീസും. തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ ഇടയിലാണ് ഇവർ കിടക്കുന്നതും. ഇവരെ എപ്പോൾ വേണമെങ്കിലും വെടിവെച്ച് കൊല്ലാം. ഇവരെപ്പോൾ വേണമെങ്കിലും ഒരു മരണം മുഖാമുഖം കണ്ടു കഴിയുകയാണ്. ആ ഒരവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അയ്യോ, ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. പക്ഷെ ഞാനങ്ങനെ മനസ്സിൽ കൊടുക്കാറില്ല, പേടിച്ചിട്ട് മനസ്സിൽ കൊടുക്കാറേയില്ല കാര്യങ്ങളൊന്നും. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി പറഞ്ഞു തന്നെ. പട്ടാളക്കാർ അവരെ ആക്രമിച്ച് കൊല്ലുന്നു എന്നുള്ള പട്ടാളത്തിൽ ഈ ഒരു സെക്ഷനുണ്ട്. ഇവരാണതിൽ എഫേർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇവരുടെ മുഖാമുഖം കണ്ടിട്ട് കിടക്കുന്നത് ഈ ഒരു സെക്ഷനാണ്, പാരാ കമാൻഡോസാണ്. അപ്പം എല്ലാവരും ഇതിൽ സെർച്ച് ചെയ്യണം. നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്കൊന്നും വരാതിരിക്കാനായിട്ട്, നമ്മളെ ഇന്ത്യയെ രക്ഷപ്പെടാനായിട്ട്. ഈ അതിർത്തികളിലെല്ലാം ഈ പാകിസ്ഥാൻകാരൊക്കെ എന്തിനാണ് ഈ അയൽരാജ്യങ്ങൾ നമ്മളെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത്? അവർക്ക് അവരുടെ രാജ്യത്തിന് നിന്നാൽ പോരെ. ഇങ്ങോട്ടൊന്നും വെച്ച് നമ്മളെ കിട്ടാൻ പോണ്ട, നമ്മളെ ഇന്ത്യ കിട്ടാൻ പോണ്ടയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് കയറി വരുന്നത്? ഞാൻ കണ്ടെങ്കിൽ അവന്മാരെ ചൂരിൽ വെച്ച് അടിച്ചോടിച്ചേനെ. അയ്യോ, നമുക്കിവിടെ ഇരുന്ന് പറയാം കേട്ടോ. അവന്മാരെ കയ്യിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തച്ചുമല്ലോ.
അപ്പോൾ അവിടെ അതിൻ്റെ അതിർത്തി കിടക്കുന്നവരുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാലേ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. എന്ത് ചെയ്യാനാണ്.